Hi all, welcome to the new session of Office Automation Tools. Office Automation Toolsൽ മൈക്രോസോഫ്റ്റ് വേർഡ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ സെഷനുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അതിൻ്റെ ഒരു കൺക്ലൂഷനാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ആ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത്. സോ ഇത് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയല്ല, ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, സോ നമ്മുടെ റിബൺ അല്ലേ, മൈക്രോസോഫ്റ്റ് വേർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു വർക്കിംഗ് ഏരിയ, നമ്മുടെ ഏറ്റവും ടൂളുകളും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഏരിയയാണ് റിബൺ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഏരിയയാണ് നമ്മൾ റിബൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ ഏരിയ, അതായത് നമ്മുടെ ഈ ഒരു ടാബുകൾ 8 ടാബുകളുണ്ട്. ഫയൽ, ഹോം, ഇൻസേർട്ട്, അതുപോലെ തന്നെ പേജ് ലേഔട്ട്, റെഫറൻസ്, മെയിലിങ്സ്, റിവ്യൂ, വ്യൂ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 8 ടാബുകളും ആ ടാബുകളുടെ ഐറ്റംസും, ഓരോ ടാബിളിലും ഒരുപാട് ഓരോ ടാബിലും ഓരോ ടൂളുകളാണ് നമുക്ക് നൽകുന്നത് അല്ലെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൂളുകളാണ്. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് അസൈൻ ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക്, അതായത് യൂസർക്ക് അല്ലെങ്കിൽ അതിവിടെ ഡിസൈൻ ചെയ്യുന്ന ആളുകൾക്ക് അത് ഏറ്റവും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓർഗനൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് ടാബ് എന്ന് പറയുന്നത് ഫയൽ ടാബാണ്. ഫയൽ ടാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഈ ഒരു ഏരിയ, ഈ ഒരു പോർഷനെയാണ് നമ്മൾ ബാക്ക് സ്റ്റേജ് വ്യൂ എന്ന് പറയുന്നത്. സോ ഇവിടെ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, സേവ് ആസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ മുമ്പത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സേവ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സേവ് ആസും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള പർപ്പസ് വരുന്നുണ്ട്. സോ അതൊക്കെ നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ, ക്ലോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ റീസെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പേ ഓപ്പൺ ആക്കിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകൾ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി, വളരെ ഫാസ്റ്റായിട്ട് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റീസെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ദെൻ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മീൻസ് പുതിയൊരു ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ അവൈലബിൾ ടെംപ്ലേറ്റ്സുകളിൽ നിന്നും നമുക്ക് എടുക്കാവുന്നതാണ്. ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ആ ഒരു ഫോർമാറ്റ്, അതിനെയാണ് നമ്മൾ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. നമ്മളൊരു ലെറ്റർ തയ്യാറാക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ചാർട്ട് തയ്യാറാക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ബ്രോഷർ തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇൻബിൽട്ട് ആയിട്ടുള്ള ഡിസൈനുകൾ വേർഡ് നമുക്ക് നൽകുന്നുണ്ട്, മൈക്രോസോഫ്റ്റ് വേർഡ് നമുക്ക് നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ office.com പോയി കഴിഞ്ഞാൽ, ഈ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും ഡൗൺലോഡ് ചെയ്തൊക്കെ എടുക്കാവുന്നതാണ്. ഓക്കെ, സോ അത്തരത്തിലുള്ള ടെംപ്ലേറ്റ്സുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡോക്യുമെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ പിന്നെ വരുന്ന പ്രിൻ്റ് ആണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ് നമുക്ക് പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് പ്രിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇതിൽ പ്രിൻ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻ്റർ കണക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് കോപ്പീസും ഒക്കെ നമുക്കിവിടെ നൽകാവുന്നതാണ്. അതുപോലെ പേജിൻ്റെ സെറ്റിങ്സ് ഉണ്ട്. ഓക്കെ, എല്ലാ പേജും പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് നൽകാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ പേജുകളെയും സെലക്ട് ചെയ്തെടുക്കാം. പേജിൻ്റെ പിന്നെ സെറ്റിങ്സ്, പേജ് സെറ്റപ്പ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. പേജിൻ്റെ സൈസ് ഉണ്ട്, അതുപോലെ മാർജിൻ ഉണ്ട്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് നൽകാവുന്നതാണ്. ഓക്കെ, ഇത്രയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഈ ഒരു ഓപ്ഷനിൽ, ഈ ഒരു ടാബിനകത്ത് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അതിന് ഇനി ഹോം ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. ക്ലിപ്പ് ബോർഡിൽ നമ്മൾ കട്ട്, കോപ്പി, പേസ്റ്റ്, ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ക്ലിപ്പ് ബോർഡിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളെ നമുക്ക് മറ്റൊരു ഫയലിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗങ്ങളിൽ നിന്നോ നമുക്ക് കോപ്പി ചെയ്യാം, കട്ട് ചെയ്യാം, അതുപോലെ തന്നെ പേസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെൻറ്റിൽ, കറണ്ട് ഡോക്യുമെൻറ്റിൽ നിന്നും നമുക്ക് മറ്റൊരു പോസ്റ്റിലേക്ക്, മറ്റൊരു പേജിലേക്കോ മറ്റൊരു പൊസിഷനിലേക്കോ നമുക്ക് നമ്മുടെ ഈ ടെക്സ്റ്റുകളെ നമുക്ക് എന്ത് ചെയ്യാം, കട്ട്, കോപ്പി, പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഷോർട്ട് കട്ട് കീസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഫോണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്. ഫോണ്ട് ഗ്രൂപ്പ് ഉപയോഗിക്കുന്നത് നമ്മുടെ ടെക്സ്റ്റിൻ്റെ സ്റ്റൈലുകൾ, അതിൻ്റെ ഫോണ്ടിൻ്റെ ടൈപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാനാണ്. ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പുകളുണ്ട്. അതുപോലെ തന്നെ ഫോണ്ടിൻ്റെ സൈസ് നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫോണ്ടിൻ്റെ കേസ് അല്ലെ, സെൻറ്റൻസ് കേസ്, അപ്പർ കേസ്, ലോവർ കേസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ, സ്ട്രൈക്ക് ത്രൂ അല്ലെ, അതുപോലെ തന്നെ സൂപ്പർ സ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഫോണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം, ഫോണ്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് ഫോണ്ട് എന്ന് പറയുന്ന ഈ ഒരു ടാബ് ഉപയോഗിക്കുന്നത്, മീൻസ് ഈ ഒരു ഗ്രൂപ്പ് ഉപയോഗിക്കുന്നത്. ഇതിന് മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പാരഗ്രാഫ് ഗ്രൂപ്പാണ്. പാരഗ്രാഫ് ഗ്രൂപ്പിൽ ഫസ്റ്റ് പറയുന്നത് ബുള്ളറ്റ്സ് പോയിന്റുകൾ നൽകുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്പറുകൾ നൽകുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മൾട്ടി ലെവൽ ലിസ്റ്റുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ ഇൻഡൻറ്റ് അല്ലെ, ഡിഗ്രീസ് ഇൻഡൻറ്റ്, അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻഡൻറ്റ്, ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ നമുക്ക്
അതുപോലെ ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷൻ. ഇപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എഴുതുന്ന സമയത്ത് ലെഫ്റ്റിൽ നിന്നും റൈറ്റ് സൈഡിലേക്കാണ് എഴുതുന്നത് അല്ലേ, അത് ഇവിടെ ഈ ഒരു പിന്നെ ഓപ്ഷൻ ആക്റ്റീവ് ആയതുകൊണ്ടാണ്. നമ്മൾ ഈ ഒരു ഓപ്ഷനാണ് ആക്റ്റീവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, ടൈപ്പ് ചെയ്ത് വരുന്നുണ്ടായിരിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻസ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് സോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എംപ്ലോയീസിൻ്റെ നെയിം എഴുതിയിട്ട് ലിസ്റ്റ് ഓഫ് നെയിംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്കത് ചെയ്യാവുന്നതാണ്. അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിലൊക്കെ സോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് അലൈൻമെൻ്റ് ആണ്. ഇതിനൊക്കെ നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ലെഫ്റ്റ് അലൈൻമെൻറ്റ്, സെൻട്രൽ അലൈൻമെൻറ്റ്, അതുപോലെ തന്നെ റൈറ്റ് അലൈൻമെൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ജസ്റ്റിഫൈ ഉണ്ട്. ഓക്കെ, അതുപോലെ ഇത് നമ്മുടെ ലൈൻ സ്പേസ് ആണ്. രണ്ട് ലൈനുകൾ തമ്മിലുള്ള ഗ്യാപ്പ് അല്ലെ, ആ ഒരു സ്പേസ് എത്ര വേണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലൈൻ സ്പേസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഷെയ്ഡിങ് ഉണ്ട്, അതുപോലെ തന്നെ ബോർഡർ നൽകുന്നുണ്ട് അല്ലെ. നമ്മുടെ ടെക്സ്റ്റുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പേജിലെ കണ്ടൻറ്റുകൾക്ക് ബോർഡർ നൽകാം, അതുപോലെ തന്നെ ആ ടെക്സ്റ്റുകൾക്ക് ഷെയ്ഡ് നൽകാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻസ് ഉപയോഗിക്കുന്നത്. ദെൻ സ്റ്റൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോണ്ടിൻ്റെ സ്റ്റൈല് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കിവിടെ ഹെഡിങ് ഉണ്ട്. അതുപോലെയുള്ള ഈ ഒരു രീതിയിൽ നമ്മൾ അതിൻ്റെ മുകളിലൂടെ മൗസ് പോയിൻ്റ് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും എന്ത് ചേഞ്ചാണ് വരുന്നത് എന്നുള്ളത്. ഹെഡിങ്ങുകൾ നൽകുന്നതിനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു പിന്നെ ഏരിയയാണ് ഈ ഒരു സ്റ്റൈൽസ് എന്ന് പറയുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലുകൾ നമുക്ക് ഇതിൽ നിന്നും കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, ഈ സ്റ്റൈലുകൾ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റിനെ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ചേഞ്ച് വേർഡ് സ്റ്റൈൽ പോയി കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, സ്റ്റൈൽ സെറ്റുകളുണ്ട്, അതിൻ്റെ കളേഴ്സ് ഉണ്ട്, ഫോണ്ടുകൾ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. ഓക്കെ, അതുപോലെ ലാസ്റ്റ് പറയുന്ന എഡിറ്റിംഗ് ഗ്രൂപ്പാണ്. എഡിറ്റിംഗ് ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫൈൻഡ്, റീപ്ലേസ്, സെലക്ട് 3 ഓപ്ഷൻസ് ആണ് കാണാൻ കഴിയുന്നത്. നമ്മുടെ ഡോക്യുമെൻറ്റിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വേർഡ്, പർട്ടിക്കുലർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഫൈൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഫൈൻഡ് ടെക്സ്റ്റ് ഓർ അതർ കണ്ടന്റ് ഇൻ ദ ഡോക്യുമെൻറ്റിൽ ഏതെങ്കിലും ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഫൈൻഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. Ctrl+F ആണ് അതിൻ്റെ ഷോർട്ട് കട്ട് കീ. ഇതിന് അങ്ങനെ കണ്ടെത്തിയിട്ട് നമുക്ക് അവിടെ റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റിൽ ഏതെങ്കിലും ടെക്സ്റ്റിന് പകരമായിട്ട് പുതിയൊരു ടെക്സ്റ്റ് നമുക്കവിടെ റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് റീപ്ലേസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പത്തെ സെഷനുകളിൽ ചെയ്തിട്ടുണ്ട്, സോ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് ഹോം ടാബിൽ പ്രധാനമായിട്ടും ഒരു ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതിന് ഇൻസേർട്ട് ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളിൽ അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ടേബിൾസ് എന്ന് പറയുന്നതാണ്. എങ്ങനെ നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്യാം. അതിന് ഇൻസേർട്ട് ടാബിൽ ടേബിൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് ടേബിൾ ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ഈ ഒരു ഗ്രിഡിൽ നിന്ന് നമുക്കിത് സെലക്ട് ചെയ്യാവുന്നതാണ് എത്ര സെല്ല് വേണമെന്നുള്ളത്. അല്ലെങ്കിൽ ഇൻസേർട്ട് ടാബിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോസും നൽകിയിട്ട് നമുക്ക് ഓക്കെ കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഡ്രോ ടാബിളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ടേബിൾ ഇതുപോലെ ഡ്രോ ചെയ്യാവുന്നതുമാണ്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടേബിൾസ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പിന്നെ വരുന്നത് ഇല്ലുസ്ട്രേഷൻസ് ആണ്. നമ്മൾ ഡോക്യുമെൻറ്റിലേക്ക് പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്യാം, അതുപോലെ ക്ലിപ്പ് ആർട്ടുകൾ ഇൻസേർട്ട് ചെയ്യാം, ഷേപ്പുകൾ ഇൻസേർട്ട് ചെയ്യാം, അതുപോലെ സ്മാർട്ട് ആർട്ടുകൾ ഇൻസേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചാർട്ടുകളും ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ചാർട്ടുകളും ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ സ്ക്രീൻഷോട്ട് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്, ലിങ്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ആക്ച്വലി ഇൻസേർട്ട് ടാബ് എന്ന് പറയുന്നത് നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള എക്സ്ട്രാ കണ്ടൻറ്റുകളെ ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒരു ടെക്സ്റ്റ് എന്നുള്ളതിനപ്പുറം നമുക്ക് മറ്റു കണ്ടൻറ്റുകളെ മീൻസ് ഇല്ലുസ്ട്രേഷൻസ് ആയിട്ടും അല്ലെങ്കിൽ മറ്റു കണ്ടൻറ്റുകളൊക്കെ ആയിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻസേർട്ട് ടാബ് ഉപയോഗിക്കുന്നത്. ഇവിടെ ബുക്ക് സ്മാർട്ട്, ഇവിടെ നമുക്ക് ഹൈപ്പർ ലിങ്കുകൾ ഇൻസേർട്ട് ചെയ്യാം. അതുപോലെ ബുക്ക് മാർക്കും ക്രോസ് റെഫറൻസ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടില്ല, ബീൻസ് അത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അതുപോലെ ഹെഡറും ഫൂട്ടറും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡോക്യുമെൻറ്റ് തയ്യാറാക്കുന്ന സമയത്ത്. ഹെഡറും ഫൂട്ടർ, പേജ് നമ്പർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്യുന്നത്, വേർഡ് ആർട്ട് അല്ലെ. വേർഡ് ആർട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ ആ ഒരു വേർഡിൻ്റെ സ്റ്റൈല് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, വേർഡ് ആർട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല മോഡിഫൈ ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. അല്ലെ, ഈ രീതിയിൽ നമുക്കതിനെ മോഡിഫൈ ചെയ്ത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒന്നാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് വേർഡ് ആർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഈ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻസേർട്ട് ടാബിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്ന ഒരു പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം വലിയൊരു ലെറ്റർ ആക്കിയിട്ട് കൊണ്ടുവരുന്നതിനാണ് ഡ്രോപ്പ് ക്യാപ്പ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഇക്വേഷൻസ് ഇൻസേർട്ട് ചെയ്യാം, അതുപോലെ തന്നെ സിമ്പിൾസ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആക്കിയിട്ട് മാറ്റാൻ കഴിയുമെന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് പേജ് ലേഔട്ട് ടാബാണ്. പേജ് ലേഔട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഓവറോൾ നമ്മുടെ പേജിൻ്റെ സെറ്റപ്പാണ്. പേജിന് നമുക്ക് പേജിൻ്റെ സൈസ്, പേജിൻ്റെ മാർജിന്, പേജിൻ്റെ ഓറിയൻറ്റേഷൻസ്, അതുപോലെ പേജിൽ എത്ര കോളം വേണം, അതുപോലെ തന്നെ പേജിൻ്റെ ബോർഡർ നൽകുന്നത്, പേജിൽ വാട്ടർമാർക്ക് നൽകുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേജ് ലേഔട്ട്. ഓവറോൾ നമ്മുടെ പേജിൻ്റെ ആ ഒരു സെറ്റപ്പാണ്, പേജിൻ്റെ ആ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ പേജിൻ്റെ ആ ഒരു മോഡ് ഡിസൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പേജ് ലേഔട്ട് എന്ന് പറയുന്ന ടാബ് ഉപയോഗിക്കുന്നത്. ദെൻ റെഫറൻസ് ടാബുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതലൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല.
പറ്റില്ല, മീൻസ് അത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നമ്മളത് അതിലേക്ക് ഇപ്പോൾ തൽക്കാലം പോകുന്നില്ല. ദെൻ മെയിലിംഗ് ടാബിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത് മെയിൽ മെർജ് ആണ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൽ മെർജ് ഉപയോഗിക്കുന്നത് ഒരേ കണ്ടന്റ് തന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒന്നിൽ കൂടുതൽ പേരുകളിലായിട്ട് നൽകണമെന്നുണ്ടെങ്കിൽ, മീൻസ് നമ്മളൊരു ഇൻ്റർവ്യൂ ലെറ്റർ തയ്യാറാക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിന് എല്ലാ എംപ്ലോയീസിനും നമ്മളൊരു സെയിം ഇൻഫർമേഷൻ നമ്മൾ സെൻഡ് ചെയ്യുകയാണ്. പക്ഷേ ഓരോരുത്തർക്കും സ്പെഷ്യലായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, ടു അഡ്രസ്സ് വെച്ച് നൽകേണ്ട, ഓരോ എംപ്ലോയീസിൻ്റെ പേര് നൽകിയിട്ട് നമ്മൾ നൽകേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് ഇത്തരത്തിൽ ലെറ്ററുകൾ തയ്യാറാക്കുന്നതിന് പകരം അവരുടെ അഡ്രസ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യുകയും എന്നിട്ട് നമ്മളൊരു കോമൺ ആയിട്ടുള്ള ഒരു ലെറ്റർ തയ്യാറാക്കുകയും ദെൻ ഓരോരുത്തരുടെ പേരുകളും നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ടു എന്നുള്ള സ്പേസിൽ ഓരോരുത്തരുടെയും പേരുകൾ സെപ്പറേറ്റ് ആയിട്ട് നൽകുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ ഒരു മെയിൽ മെർജ് എന്ന് പറയുന്നത്. വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് മെയിൽ മെർജ് എന്ന് പറയുന്നത്. കഴിഞ്ഞ സെഷനിൽ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന് റിവ്യൂ ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. മീൻസ് നമ്മൾ പിന്നെ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടാവാം, ഗ്രാമർ മിസ്റ്റേക്കുകൾ ഉണ്ടാവാം. ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് റെക്ടിഫൈ ചെയ്തിട്ട് അതിനെ പിന്നെ ക്ലിയർ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ ഒരു സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന് പറയുന്നത്. സോ അത് കഴിഞ്ഞ സെഷനുകളിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ വ്യൂ ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഓവറോൾ നമ്മുടെ ഈ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഈ ഒരു സോഫ്റ്റ്വെയറിൽ എന്തെല്ലാം കാര്യങ്ങൾ വ്യൂ ചെയ്യണം, എന്തെല്ലാം പിന്നെ ഓപ്ഷൻസ് വ്യൂ ചെയ്യണം എന്നുള്ളതാണ് വ്യൂ ടാബിലേക്ക് പ്രധാനമായിട്ടും പറയുന്നത്. ഇപ്പോൾ റൂളർ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്, റൂളർ കാണുന്നുണ്ടായി. ഇപ്പോൾ ഞാനത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റൂളർ കാണാൻ കഴിയും. അതുപോലെ ഗ്രിഡ് ലൈൻ, ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡിസൈൻ ടൈമിൽ നമുക്ക് ഒരുപാട് ഓപ്ഷനാണ്. അതുപോലെ നാവിഗേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡോക്യുമെൻറ്റിനകത്ത് ഏതെങ്കിലും ഒരു ടെക്സ്റ്റോ അല്ലെങ്കിൽ കണ്ടൻറ്റോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നാവിഗേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു വലിയൊരു ഡോക്യുമെൻ്റാണ്, അതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് നമ്മൾ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് നമ്മൾ ആ ഒരു കാര്യം ടൈപ്പ് ചെയ്ത് നൽകിയാൽ നമുക്കിതിനകത്ത് എന്ത് ചെയ്യും, ആ ഒരു കണ്ടൻറ്റ് എവിടെയാണ്, ഏത് പേജിലാണ് എന്നുള്ളതൊക്കെ അതിനകത്ത് ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, അതുപോലെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ നമ്മൾ വ്യൂ ടാബിനകത്ത് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മാക്രോസ് ആണ്. മാക്രോസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുകയാണ്. നമ്മൾ എന്താണ് ഈ ഒരു പിന്നെ ഇതിനകത്ത് ചെയ്യുന്നത്, നമ്മുടെ വേർഡിനകത്ത് ഡോക്യുമെൻറ്റിനകത്ത് ചെയ്യുന്നത് എന്നുള്ളത് റെക്കോർഡ് ചെയ്ത് ആ കാര്യത്തെ നമുക്ക് വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് അപ്ലൈ ചെയ്യാം. സപ്പോസ് നമ്മൾ ഒരു പാരഗ്രാഫിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു, മീൻസ് ആ പാരഗ്രാഫിൻ്റെ അലൈൻമെൻറ്റ്, അതിൻ്റെ കളറ് കോമ്പിനേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നു. ആ കാര്യം നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു നെക്സ്റ്റ് ടൈമിൽ നമുക്ക് ആ പാരഗ്രാഫ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു പാരഗ്രാഫ് വരുന്ന സമയത്ത് ഇതേ സ്പെസിഫിക്കേഷൻസ് നമുക്ക് അവിടെയും സെറ്റ് ചെയ്യാവുന്നതാണ് അല്ലേ. അപ്പോൾ അത്തരത്തിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാക്രോസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട ടാബുകളായിട്ടും പ്രധാനമായിട്ടും ഒരു വേർഡിൻ്റെ ബേസിക് ആയിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ഒരു സെഷനിൽ പറയുന്നത്. ജസ്റ്റ് അതിൻ്റെ ഒരു കൺക്ലൂഷൻ പറഞ്ഞു എന്ന് മാത്രം. സോ ഇനി നെക്സ്റ്റ് സെഷൻ മുതൽ നമ്മൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ മൈക്രോസോഫ്റ്റ് എക്സൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എക്സൽ എന്ന് പറയുന്ന സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.